അജിത് പവാർ അടക്കം 6 പേരും, പൈലറ്റ് അടക്കം ബോഡി ഗാർഡ്സ് അടക്കം 6 പേരും ഈ വിമാനാപകടത്തിൽ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്, അപ്രതീക്ഷിതമാണ്. 4 പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അജിത് പവാർ ബാരാമതിയിലേക്ക് എത്തുന്നതിനിടയിലാണ് ബാരാമതിയിലെ ഇപ്പോൾ സുപ്രിയ ഫുലെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നു. ദേശീയ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലക്കിയ മാറ്റമായിരുന്നു NCP പിളർന്നതും NCP NDA ക്യാമ്പിലേക്ക് മാറിയതും. ഇപ്പോൾ അജിത് പവാർ ഇനിയില്ല. അജിത് പവാർ ബാരാമതിയിൽ, അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ബാരാമതിയിൽ തന്നെ അജിത് പവാറിന് ദാരുണാന്ത്യം എന്നുള്ള വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ പിയാസുനിൽ, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മരണം ഇപ്പോൾ DGCA സ്ഥിരീകരിക്കുകയല്ലേ? അരുൺ, ഏതായാലും ഇപ്പോൾ അജിത് പവാറിന്റെ മരണം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത്. അജിത് പവാറിനൊപ്പം മറ്റ് 5 പേർ കൂടി ഉണ്ടായിരുന്നു ഈ വിമാനത്തിൽ. രാവിലെ 8:45 ബാരാമതിയിൽ ഈ ചെറുവിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയിൽ അപകടമുണ്ടായത്. വിമാനം പൂർണ്ണമായി കത്തിയമർന്ന അവസ്ഥയിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അജിത് പവാർ ഉൾപ്പെടെയുള്ളവരെ അല്പസമയത്തിന് ആ ദുരന്തം നടന്ന അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏതായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന്, ബാരാമതിയിൽ നിന്ന് വരുന്നത്. ഈ ബാരാമതി എന്ന് പറയുന്നത് NCPയുടെ തട്ടകമാണ്. അജിത് പവാറിന്റെയും ശരത് പവാറിന്റെയും ഒക്കെ തന്നെ കുടുംബ വീടുള്ള പ്രദേശമാണ് ഈ ബാരാമതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തുകയും അവിടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അജിത് പവാർ രാവിലെ ബാരാമതിയിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ബാരാമതിയിലേക്ക് വരുമ്പോൾ അവിടെ ചെറുവിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയിൽ അപകടമുണ്ടാവുകയും ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഏതായാലും വാർത്താ ഏജൻസികൾ ഇപ്പോൾ നൽകുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശരത് പവാർ കഴിഞ്ഞാൽ അജിത് പവാറിന്റെ സമീപകാല രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിലും പ്രതിപക്ഷ രാഷ്ട്രീയ നിരയിലുമൊക്കെ തന്നെ വലിയ വിള്ളലുകളും വലിയ ചർച്ചയുമൊക്കെ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടാൽ ശരത് പവാറും അജിത് പവാറും നേർക്കുനേർ നിന്ന് പൊരുതുന്ന കാഴ്ചയായിരുന്നു. ആ ഒരു എതിർപ്പുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 2 നേതാക്കളും ശരത് പവാറും അജിത് പവാറും ഒന്നിക്കുന്ന കാഴ്ചയും നമ്മൾ പിന്നീട് കണ്ടതാണ്. അങ്ങനെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വളരെ നിർണായക സ്വാധീനമുള്ള നേതാവാണ് അജിത് പവാർ. ആ അജിത് പവാറിന്റെ വിയോഗം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ തീർച്ചയായും പുറത്തു വരുമ്പോൾ അത് രാഷ്ട്രീയ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാരാഷ്ട്രയിൽ ഏറ്റവും ശക്തനായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അജിത് പവാറിന്റെ വിയോഗം ഉണ്ടാകുന്നത് എന്നതുകൂടി ഇപ്പോൾ നമ്മൾ പരിശോധിക്കണം. ഏതായാലും ഈ അപകടം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്, എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാർ ഈ ഒരു ചെറുവിമാനത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നോ, അതോ ഈ ലാൻഡ് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായോ എന്നതൊക്കെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അജിത് പവാറിനൊപ്പം അദ്ദേഹത്തിന്റെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ 2 പൈലറ്റുമാർ. അങ്ങനെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, 2 പൈലറ്റുമാർ, അങ്ങനെ 6 പേരാണ് ഈ ഒരു ചെറുവിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് DGCA ഇപ്പോൾ അറിയിക്കുന്നത്.